നമസ്കാരം. പല വ്യക്തികളും കറുത്ത ചരട് ധരിക്കാറുണ്ട്. കയ്യിൽ, കാലിൽ, കഴുത്തിൽ, അരയിൽ, കൈമുട്ടിന് മുകളിൽ എല്ലാം ഇതിന് സ്ഥാനമായി വരുന്നതുമാണ്. ഇത് പലരും പല ഉദ്ദേശത്താലാണ് ധരിക്കുന്നത്. ചിലർ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ധരിക്കുന്നു. ചില ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരമായിരിക്കും ഇത് ചെയ്യുക. ചിലർ അലങ്കാരത്തിനായി ധരിക്കുന്നവരുമുണ്ട്. എന്നാൽ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ചില നാളുകാർ ഇത് ധരിക്കുന്നത് ഉത്തമമല്ല. ഈ നാളുകാർ ഇത്തരം ചരട് ധരിക്കുകയാണ് എങ്കിൽ ദോഷകരമായ ഫലമാണ് വന്നു ചേരുക. ഇതേപോലെ ചിലർക്ക് കറുത്ത ചരട് ധരിക്കുന്നതും ഉത്തമമാകുന്നു. ഈ നാളുകാർ ഒരു പ്രധാന രാശിയിൽപ്പെടുന്നവർ ആയിരിക്കും എന്നതാണ് വാസ്തവം. കറുത്ത ചരട് ധരിക്കാൻ പാടില്ല എന്നുള്ളവർ ഇത് ധരിക്കുന്നത് ദോഷം വരുത്തി വയ്ക്കും എന്ന കാര്യവും ഓർക്കുക. ഇവർക്ക് പകരം ധരിക്കുവാൻ പറ്റുന്ന ചരടുമുണ്ട്. ഇതേക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. ഇത്തരത്തിൽ ഒന്നാണ് മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ആദ്യം മനസ്സിലാക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇവർ കറുത്ത ചരട് ധരിക്കാൻ പാടില്ലാത്തതായ വ്യക്തികളാകുന്നു. ഇവർ കറുത്ത ചരട് ധരിക്കുന്നത് ദോഷമാണ് വരുത്തി വയ്ക്കുക. ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യവും സങ്കടവും ഒഴിഞ്ഞ് പോകില്ല എന്ന ഫലമാണ് കറുത്ത ചരട് ഇവർ ധരിച്ചാൽ ഫലമായി വന്നു ചേരുക. ഈ രാശിയുടെ അധിപനായി പരാമർശിക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വയുടെ നിറം ചുവപ്പാകുന്നു. ചുവപ്പിന്റെ വിപരീത ഫലമാണ് കറുപ്പ്. ഇതിനാൽ കറുപ്പ് ധരിക്കുന്നത് വിപരീതമായ ഫലമാണ് നിങ്ങൾക്ക് നൽകുക. ഇവർക്ക് ചൊവ്വാപ്രീതി ലഭിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ഇവർക്ക് ദാരിദ്ര്യവും ദുഃഖവും നാശവുമാണ് ഫലമായി വന്നു ചേരുക. കറുപ്പിന് പകരം ചുവന്ന ചരട് ദേവീക്ഷേത്രത്തിൽ പൂജിച്ച് പൗർണമി ദിനത്തിൽ അണിയുന്നത് ഏറ്റവും ഉത്തമമായി പരാമർശിക്കാം. ഇത് 4, 2, 6, 8 എന്നിങ്ങനെ കണക്കിലെ കെട്ടുകളിട്ട് ധരിക്കുകയും വേണം. ആ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശി വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരും കറുത്ത ചരട് ധരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് കാരണമായി തീരും. പ്രധാനമായും ജീവിതത്തിൽ ദാരിദ്ര്യം, ദൗർഭാഗ്യം, കലഹം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. അതിനാൽ കലഹങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനും നിങ്ങൾ അറിയാതെ പോലും മനസ്സിൽ പോലും വിചാരിക്കാത്തതായ കാര്യങ്ങൾക്ക് പഴി കേൾക്കുകയോ അല്ലെങ്കിൽ മാനഹാനി നേരിടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ വിഷമം തോന്നും വിധം മറ്റുള്ളവർ പെരുമാറുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പല വിധത്തിലും നിങ്ങളെ ബാധിക്കുന്നതാണ്. അതിനാൽ ചുവന്ന ചരട് ധരിക്കുന്നതാണ് ഉത്തമം. ആ കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടത് വളരെ അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു രാശി കുംഭം രാശിയാകുന്നു. കുംഭം രാശിയിൽ വരുന്നത് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാകുന്നു. കറുത്ത ചരട് ഇവർ ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നാളുകാരും കറുത്ത ചരട് ധരിക്കുന്നത് ഉത്തമമാകുന്നു. ഇവർക്ക് കറുത്ത ചരട് ശിവക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങി ധരിക്കുന്നത് ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ നൽകും. ഇത് 3-ാം പിറന്നാളിൽ ചെയ്യുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതുമാണ്. നിങ്ങൾക്ക് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഈ കാര്യം ചെയ്യാവുന്നതുമാണ്. അതായത് കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന 3-ാമത്തെ രാവാണ് 3-ാം പിറ. ആ ദിവസം ഇത്തരത്തിൽ പൂജിച്ച് വാങ്ങി നിങ്ങൾ അണിയുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ്. അതിനാൽ മുകളിൽ പരാമർശിച്ചിരിക്കുന്നതായ രാശിക്കാർ ഇപ്രകാരം ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. നാം ഏത് കാര്യം ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ചരട് ധരിക്കുന്നവരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 6 നക്ഷത്രക്കാരല്ലാതെ
കറുത്ത ചരട് ധരിക്കുന്നവർ ചില കാര്യങ്ങൾ അതിനു മുൻപായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കറുത്ത ചരട് ധരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമെന്ന് കരുതുന്ന ദിവസം ശനിയാഴ്ചയാണ്. ഇത് കൂടാതെ മറ്റ് നിറങ്ങളോടൊപ്പം ഒരിക്കലും കയ്യിലെ കാലിലോ കറുത്ത ചരട് ധരിക്കരുത്. അതായത് മറ്റ് നിറങ്ങളുണ്ട് എങ്കിൽ അതോടൊപ്പം കറുത്ത ചരട് നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. ദൃഷ്ടിദോഷം അകറ്റുന്നതിന് വേണ്ടി ചരട് ധരിക്കുന്നവർ അല്പം ശ്രദ്ധയോടെ വേണം ഇത് ചെയ്യുവാൻ. നിങ്ങൾക്ക് വിട്ടുമാറാത്തതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതിന് പരിഹാരം എന്നോണം കറുത്ത ചരട് ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇത് എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളെയും അകറ്റുന്നതിന് സഹായകരമായി തീരും. ചരടിൽ നിങ്ങൾ കെട്ടിടുമ്പോഴും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. 9 കെട്ടുകളുള്ള ചരടാണ് സാധാരണ ധരിക്കാറുള്ളത്. ശനീശ്വര മന്ത്രം കറുത്ത ചരട് ധരിക്കുന്നതിന് മുൻപ് ജപിക്കുന്നത് ശനി ദോഷത്തെയും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ദോഷകരമായ ഫലങ്ങളെയും ചെറുക്കുന്നതിന് സഹായകരമായി തീരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ചെറുക്കുന്നതിന് വേണ്ടി മുകളിൽ പരാമർശിച്ച നക്ഷത്രക്കാർ അല്ലാത്തവർക്ക് വലത് കൈയിൽ കറുത്ത ചരട് ധരിക്കാവുന്നതാണ്. ശനീശ്വര മന്ത്രം 21 പ്രാവശ്യമെങ്കിലും ഈ സമയം ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി വലത് കാലിൽ കറുത്ത ചരട് ധരിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്ന കാര്യത്തിന് വളരെ പ്രാധാന്യം നിങ്ങൾ നൽകണം. ഇത്തരം ചരടുകൾ എപ്പോഴും ക്ഷേത്രത്തിൽ പൂജിച്ച് അണിയുന്നതാണ് ഏറ്റവും ശുഭകരം. ഇതിനാൽ ചുവന്ന ചരട് ദേവീ ക്ഷേത്രങ്ങളിലും കറുത്ത ചരട് ശിവക്ഷേത്രത്തിലും പൂജിച്ച് വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം. മറ്റ് രാശിക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നതിൽ ദോഷം ചെയ്യില്ല എന്ന് തന്നെ പരാമർശിക്കാം. മുകളിൽ കറുത്ത ചരട് ധരിക്കരുത് എന്ന് പരാമർശിച്ചിരിക്കുന്നതായ ആ നക്ഷത്രക്കാർ കറുപ്പിന് പകരമായി നിങ്ങൾ ചുവപ്പ് ധരിക്കുക. കറുത്തത് ധരിക്കുന്നത് ഉത്തമമായവർക്കും മറ്റു രാശിക്കാർക്കും കറുത്ത ചരട് ധരിക്കാവുന്നതാണ്. ഏത് രാശിക്കാരാണ് എങ്കിലും ഏത് നിറത്തിലെ ചരടാണ് എങ്കിലും അത് പൂജിച്ചാണ് നിങ്ങൾ ധരിക്കേണ്ടത് എന്ന കാര്യം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാകുന്നു. കൂടാതെ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ആ ദേവതയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമേ ചരട് ധരിക്കുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇപ്രകാരം ചരട് ധരിക്കുന്നത് നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ പല ദോഷകരമായ കാര്യങ്ങളെയും തരണം ചെയ്ത് നെഗറ്റീവായ ഊർജങ്ങളെ ഒഴിവാക്കുന്നതിനും മറ്റനേകം ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും സഹായകരമായി തീരും. അതിനാൽ ഈ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകി കറുത്ത ചരട് അല്ലെങ്കിൽ മറ്റ് നിറങ്ങളിലുള്ള ചരട് നിങ്ങൾ ധരിക്കുക.